ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മൂന്നാം T20 ഇന്നായിരുന്നു. ഇപ്പോഴിതാ രോഹിത് ശർമ്മ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ബൗളേഴ്സിനെ രോഹിത് ശർമ്മ തലങ്ങും വിലങ്ങും ആക്രമിച്ചു. രോഹിത് ശർമ്മയ്ക്ക് നല്ലൊരു സപ്പോർട്ട് റിങ്കു സിംഗ് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മൂന്നാം T20 കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ടോസ് ലഭിച്ചത് ഇന്ത്യക്കായിരുന്നു. ഇന്ത്യ ഓൾറെഡി 2-0 പരമ്പര നേടിയിരുന്നു. അഫ്ഗാൻ സീരീസിലെ ലാസ്റ്റ് T20 ആയിരുന്നു ഇന്ന്. മലയാളി താരം സഞ്ജുവിന് അവസരം കൊടുത്തു. ജിതേഷ് ശർമ്മ ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. സഞ്ജു ആയിരുന്നു ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ. ഇന്ന് ടോസ് ലഭിച്ച ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്ത് ജയ്സ്വാളും രോഹിത് ശർമ്മയും ഓപ്പണിംഗിൽ ഇറങ്ങി. എന്നാൽ ഇന്ത്യക്ക് ആദ്യം തന്നെ തിരിച്ചടിയാണ് നേരിട്ടത്. ജയ്സ്വാള് 2ാം ഓവറിൽ തന്നെ ഔട്ടായി. പിന്നീട് വന്ന വിരാട് കോഹ്ലി ഡക്കിൽ പുറത്തായി. ശിവൻ ദുബെ 1 റൺസ് എടുത്ത് പുറത്തായി. സഞ്ജു സാംസണും ഡക്കിൽ പുറത്തായി. ഇന്ത്യ ശരിക്കും ഒന്ന് ട്രാപ്പിലായി. 22 റൺസിൽ ഇന്ത്യയുടെ 4 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ രോഹിത് ശർമ്മ ഒരുക്കമില്ലായിരുന്നു. രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിനെ താങ്ങി നിർത്തി. ക്യാപ്റ്റന്റെ കടമ രോഹിത് കൃത്യമായി നിർവഹിച്ചു. രോഹിത്തിന് നല്ലൊരു സപ്പോർട്ട് റിങ്കു സിംഗ് കൊടുത്തു. ഇതോടുകൂടി രോഹിത് ശർമ്മ അടിച്ചു കളിച്ചു. വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് രോഹിത് ശർമ്മ ഇന്ന് പുറത്തെടുത്തത്. അഫ്ഗാനിസ്ഥാൻ ബൗളേഴ്സ് എങ്ങനെ എറിഞ്ഞിട്ടും രോഹിത് ശർമ്മയെ ഔട്ടാക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ രോഹിത് അടിച്ചു കളിക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഭേദപ്പെട്ട സ്കോറുണ്ട്. 14 ഓവറിൽ ഇന്ത്യ 110 റൺസ് എടുത്തിട്ടുണ്ട്. തകർന്നടിഞ്ഞ ഇന്ത്യയാണ് രോഹിത് ശർമ്മ കരകയറ്റിയത്. സഞ്ജുവും കോഹ്ലിയും ഡക്കിൽ പുറത്തായി. സഞ്ജുവിനെ കളിക്കാൻ സാധിച്ചില്ല. അതുപോലെ കഴിഞ്ഞ കളി മികച്ച ബാറ്റിംഗ് ആണ് ശിവ ദുബെ പുറത്തെടുത്തത്. അതുപോലെ ജയ്സ്വാളും. ഈ 2 താരങ്ങളും ഇന്ന് ഫ്ലോപ്പായി. ആർക്കും തന്നെ കളിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ രോഹിത് ശർമ്മ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചു കളിച്ചു. റിങ്കു സിംഗും വിശ്വസ്തനാണ്. താരത്തിനും മികച്ചൊരു സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. രോഹിത് ഇപ്പോൾ 50 അടിച്ചിട്ടുണ്ട്. മികച്ച ബാറ്റിംഗ് ആണ് പുറത്തെടുക്കുന്നത്. ഒരു 170 റൺസ് എടുത്താൽ ഇന്ത്യക്ക് ഈസി ആയിട്ട് ഈ T20 ജയിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.